ഭാഗം 1. പുസ്തകം 1. അധ്യായം 7. അമലോത്ഭവ മാതാവിന്റെ തിരുജനനം, അവളുടെ തിരുനാമം. മേൽ പറഞ്ഞ പ്രകാരം ഗർഭസ്ഥയായ പരിശുദ്ധ മറിയം ആത്മാവിൽ നിറഞ്ഞവളായി ദൈവമഹത്വം ദർശിച്ച മാത്രയിൽ അത്ഭുത പരവശയായി. മാതാവിന്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ദൈവസ്നേഹം അവളുടെ അനുഗ്രഹീത ആത്മാവിൽ ഉളവായി. ദൈവസ്നേഹം ഒരിക്കലും അണയാതെ അനർഗളം ഇന്നും അവളുടെ പ്രിയ കുമാരന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടയാക്കപ്പെട്ട അവളിൽ തുടർന്നു പോരുന്നു. മറിയത്തെ ഉദരത്തിൽ സംവഹിച്ച കാലഘട്ടത്തിൽ അത്യന്തം സന്തോഷവതിയായ വിശുദ്ധ അന്നായുടെ സകല പ്രവൃത്തികളും ദൈവാത്മ പ്രേരിതങ്ങളായിരുന്നു. എങ്കിലും സ്നേഹത്തിന്റെയും കൃപയുടെയും പെരുമഴ അവളിലേക്ക് പെയ്തിറങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകളിലൂടെയും പീഡകളിലൂടെയും കടന്നുപോകാൻ തമ്പുരാൻ അവളെ അനുവദിച്ചു. എന്തെന്നാൽ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സാത്താൻ പഴയ നിയമകാലം മുഴുവൻ ഇടതടവില്ലാതെ സ്വർഗത്തിൽ അവന് കാണപ്പെട്ട സ്ത്രീയെ തിരയുകയായിരുന്നു. ഈ സ്ത്രീ അവന്റെ തലയെ തകർക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഈ സ്ത്രീയുടെ മേൽ സാത്താനുണ്ടായിരുന്ന പക ഭയാനകമായിരുന്നതിനാൽ അവളെ തിരയുന്നതിന് അവന്റെ അനുയായികളെ ചുമതലപ്പെടുത്താതെ അവൻ തന്നെ നേരിട്ട് ഇടപെട്ടു. വിശുദ്ധി പ്രകടമാക്കിയ എല്ലാ സ്ത്രീകളെയും അവന്റെ അനുയായികൾ ഉപദ്രവിച്ചു പോന്നു. അവൻ കൂടുതൽ ഉപദ്രവങ്ങളുമായി വിശുദ്ധിയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെ പ്രത്യേകമായി തിരഞ്ഞു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. മേൽ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞാലേ വിശുദ്ധ അന്നായ്ക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുകയുള്ളൂ. ക്രോധവും കൗശലവും നിറഞ്ഞ സാത്താൻ വിശുദ്ധ അന്നായുടെ ജീവിത സംഭവങ്ങളിലെ പരിശുദ്ധിയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അവളുടെ ഉദരത്തിൽ വളരുന്ന വിശുദ്ധ നിധിയെപ്പറ്റി അവന് ഒന്നും മനസ്സിലാകാത്ത വിധം ദൈവം ഇപ്രകാരമുള്ള പല രഹസ്യങ്ങളും അവനിൽ നിന്ന് മറച്ചുവെച്ചു. എന്നിരുന്നാലും അന്നായിൽ നിന്നും നിർഗളിച്ചുകൊണ്ടിരുന്ന ഒരു സവിശേഷ ശക്തി അവൻ തിരിച്ചറിഞ്ഞു. എങ്കിലും ഈ സ്വാധീനത്തിന്റെ ഉറവ മനസ്സിലാക്കാൻ അവന് സാധിച്ചില്ല. അതിനാൽ അവൻ വളരെ കോപാകുലനായി. മറ്റു സന്ദർഭങ്ങളിൽ ഈ ഉത്ഭവവും സാധാരണമാണെന്ന ഭ്രമം ദൈവം അവനിൽ ഉളവാക്കി. എങ്കിലും ഈ ഉത്ഭവം സംഭവ്യമായപ്പോഴത്തെ വിശുദ്ധ നിശബ്ദതയും അനേകം ദേവദൂതന്മാരുടെ അകമ്പടിയും അവനിൽ ശങ്ക ഉളവാക്കുക തന്നെ ചെയ്തു. അതിലും ഉപരിയായി അന്നായിൽ നിന്നും പുറപ്പെട്ട ആ ദിവ്യപ്രകാശത്തെ എതിരിടാൻ അവൻ പരാജയപ്പെട്ടതും അവനിൽ കോപവും സംശയവും വളർത്തി എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. ഇപ്രകാരമുള്ള സംശയങ്ങളാൽ സാത്താൻ പരിശുദ്ധ അന്നായെ വധിക്കാനും സാധ്യമെങ്കിൽ അവളുടെ ഗർഭം നശിപ്പിക്കാനും ആലോചിച്ചു. എന്തെന്നാൽ അവതരിക്കുന്ന വചനത്തിന്റെ മാതാവും ലോകരക്ഷകനായ മിശിഹായും എവിടെയാണെന്ന് മനസ്സിലായാൽ വധിക്കാൻ സാധിക്കുമെന്ന് അവന്റെ അതിരു കടന്ന ഗർവ് അവനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ഗർവും ധിക്കാരവും മൂലം അവൻ ആത്മസ്വരൂപിയാണെന്നും ദൂതന്മാരെ പോലെ ശക്തിശാലിയാണെന്നും അവൻ ധരിച്ചു. അതിനാൽ ദൈവപുത്രനെയും അവിടുത്തെ മാതാവിനെയും എളുപ്പത്തിൽ വശപ്പെടുത്താമെന്നും വധിക്കാമെന്നുമൊക്കെ അവൻ അഹങ്കാരപൂർവ്വം ചിന്തിച്ചു. ആകിയാൽ മൂഢമായ ധൈര്യത്തോടെ വിശുദ്ധ അന്നായെ വധിക്കാൻ അവൻ തുനിഞ്ഞു. അതിനായി അവളുടെ കാത്തിരിപ്പു കാലത്തെപ്പറ്റി വളരെയേറെ സംശയവും ലജ്ജയും ശങ്കയും അവൻ അവളിൽ സൃഷ്ടിച്ചു. ഇവയിലൂടെ ദൈവാശ്രയ ബോധത്തിൽ നിന്ന് ആ പരിശുദ്ധ അമ്മയെ അകറ്റാമെന്ന് വിശ്വസിച്ച അവൻ അവളുടെ വിശുദ്ധിയെ തന്നെ പരീക്ഷിക്കാൻ തയ്യാറായി. പക്ഷേ അജയ്യയായ ഈ പരിശുദ്ധ മാതാവ് പ്രസ്തുത കടന്നാക്രമണങ്ങളെ എളിമയാർന്ന ധൈര്യത്തോടെയും ക്ഷമയോടെയും തുടർച്ചയായ പ്രാർത്ഥനയോടെയും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെയും എതിർക്കുകയാണ് ചെയ്തത്. സാത്താന്റെ അമ്പരപ്പിക്കുന്ന നുണകളെ നിർഭയം തഴഞ്ഞ അവൾക്ക് അതിനാൽ തന്നെ ഉന്നതങ്ങളിൽ നിന്ന് കൂടുതൽ കൃപകളും സംരക്ഷണവും ലഭിച്ചു. എന്തെന്നാൽ തന്റെ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ മഹത്വത്താൽ അവൾ നേടിയെടുത്ത സംരക്ഷണത്തോടൊപ്പം അവളുടെ അതീവ പവിത്രയായ മകളുടെ കാവലിനേർപ്പെടുത്തപ്പെട്ട സ്വർഗീയ ദൂതന്മാരുടെ സഹായ സംരക്ഷണങ്ങളും സാത്താനെ എതിർക്കാൻ ഈ അമ്മയെ സഹായിച്ചു. എങ്കിലും അവളെ ഉപദ്രവിക്കാൻ അത്യാർത്തിയോടെ കാത്തിരുന്ന ശത്രുവിനെ ഈ ചെറുക്കലുകളൊന്നും ബാധിച്ചില്ല. അവന്റെ ക്രോധവും ഗർവും വർദ്ധിച്ചു. ഏതു വിധത്തിലും വിജയം കരസ്ഥമാക്കാൻ മനുഷ്യ സഹായം തേടാൻ അവൻ തീരുമാനിച്ചു. മനുഷ്യ സഹായത്തോടെ വിജയം സുനിശ്ചിതമാണെന്ന് അനുഭവങ്ങളിൽ നിന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. ആദ്യം അവൻ അന്ന യോവാക്കിം ദമ്പതികളുടെ വീട് നശിപ്പിക്കാൻ തുനിഞ്ഞു. ആ വിനാശത്താൽ വിശുദ്ധ അന്ന അടിപതറുമെന്നും ഭയപ്പെടുമെന്നും അവൻ കരുതി. എന്നാൽ വിശുദ്ധ ദൂതന്മാരുടെ ശക്തി ആ ഭവനത്തെ താങ്ങി നിർത്തി. ആയതിനാൽ അവളുടെ പരിചയക്കാരിൽ മൂഢയായ ഒരുവളെ അന്നായുമായി വഴക്കുണ്ടാക്കാൻ അവൻ പ്രേരിപ്പിച്ചു. വിഡ്ഢിയായ ആ സ്ത്രീ ഈ കൃത്യം ഏറ്റം അരിശത്തോടെയും
ക്രോധത്തോടെയും നിർവഹിച്ചു. വിശുദ്ധ അന്നായെ അങ്ങേയറ്റം നിന്ദിക്കാനും പരിഹസിക്കാനും ഈ സ്ത്രീ ധൈര്യം കാണിച്ചു. ബോധപൂർവം അവൾ വിശുദ്ധ അന്നായുടെ ഗർഭത്തെ കളിയാക്കി. നീ സാത്താനാൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ വാർദ്ധക്യത്തിൽ നിനക്ക് ഗർഭമുണ്ടായത് എന്നിങ്ങനെയുള്ള കുത്തുവാക്കുകളാൽ അവൾ വിശുദ്ധയെ പീഡിപ്പിച്ചു. മേൽപ്പറഞ്ഞ അക്രമങ്ങൾ മൂലം വിശുദ്ധ അന്ന വ്യതിചലിച്ചില്ല. മാത്രവുമല്ല, താൻ എളിയവളും ശക്തിരഹിതയുമായിരുന്നിട്ടും തനിക്കു നേരിടേണ്ടി വന്ന മനോവേദനകളെ സഹിക്കുകയും തന്റെ എതിരാളികളെ കരുണയോടെ വീക്ഷിക്കുകയുമാണ് ചെയ്തത്. അവൾ മൂലം വിശുദ്ധ അന്നായ്ക്ക് ധാരാളം കൃപകളും ലഭിക്കപ്പെട്ടു. എങ്കിലും സാത്താന്റെ ക്രോധം ശമിച്ചില്ല. എന്തെങ്കിലും നന്മ കാണുമ്പോൾ അവൻ കൂടുതൽ ക്രൂരനാവുകയാണ് ചെയ്തത്. തന്റെ അടിമകളുടെ മേൽ കൂടുതൽ ശക്തിയോടെ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. പാപികളായ ഈ മൂഢമനുഷ്യർ സാത്താന്റെ എരിവുകേറ്റൽ മൂലം വിശുദ്ധ അന്നായുടെ വ്യക്തിത്വത്തെയും ജീവനെ തന്നെയും ഹനിക്കാൻ പദ്ധതികൾ വിഭാവനം ചെയ്തു. പക്ഷേ ഇത്തരം ചപല പദ്ധതികൾ സ്വർഗീയ ഇടപെടൽ മൂലം നശിപ്പിക്കപ്പെട്ടു. മാത്രവുമല്ല, വിശുദ്ധിയുടെ ഉപദേശം മൂലം അവർ സത്യത്തെ തിരിച്ചറിയുകയും അവളുടെ പ്രാർത്ഥനകൾ വഴി അവർ അവരുടെ തിന്മ മാർഗങ്ങൾ പരിത്യജിക്കുകയും ചെയ്തു. ഈ കാരണങ്ങളാൽ സാത്താൻ തൽക്കാലത്തേക്ക് പിന്തിരിഞ്ഞു. എങ്കിലും അവൻ തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ഉടൻ തന്നെ യോവാക്കിമിന്റെയും അന്നായുടെയും ഭവനത്തിലെ ഒരു വേലക്കാരിയെ അന്നായ്ക്കെതിരെ പ്രകോപിതയാക്കി. ഇവൾ വഴി ആ ഭവനത്തിൽ സാത്താൻ കൂടുതൽ ഇടർച്ചകൾ വരുത്തി. എന്തെന്നാൽ അവൾ കൂടുതൽ ദുർവാശിക്കാരിയും അപകടകാരിണിയും ആയിരുന്നു. അവൾ ചെയ്തതെന്തെന്ന് ഞാൻ വിവരിക്കുന്നില്ല. എന്തെന്നാൽ മറ്റു സ്ത്രീകൾ ചെയ്തതിന് സമാനമായവ തന്നെയാണ് സാത്താൻ ഇവളിലൂടെയും ചെയ്തത്. ഇത് കൂടുതൽ ശല്യപ്പെടുത്തുന്നതും പകയുള്ളതുമായിരുന്നുവെന്ന് മാത്രം. എങ്കിലും വിശുദ്ധ അന്ന ദൈവസഹായത്താൽ ഇത്തവണയും കൂടുതൽ ശോഭയാർന്ന വിജയമാണ് സാത്താന് മേൽ കൈവരിച്ചത്. ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കമൊഴിഞ്ഞ് തന്റെ മഹാനഗരത്തെ കാക്കുന്നുണ്ടായിരുന്നു. സങ്കീർത്തനം 121:4. തന്റെ വ്യൂഹത്തിലെ ഏറ്റവും ശക്തരായ ദൂതന്മാരെ അതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അവരിൽ നിന്നും ലൂസിഫർ എത്രയോ ലജ്ജാവഹമായ പരാജയമാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത്. സ്വർഗത്തിന്റെ രാജ്ഞിയുടെ ജനനത്തിനായി തയ്യാറെടുക്കുന്ന ആ വിശുദ്ധ അമ്മയെ ഇനിയും ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കാൻ സാത്താനെ ദൈവം അനുവദിച്ചില്ല. എന്തെന്നാൽ ഈ വിധ പരീക്ഷണങ്ങളിലൂടെ ധീരമായ വിജയവും പുണ്യവും ആർജിച്ച വിശുദ്ധ അന്ന അവളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് അർഹതപ്പെട്ടവളായിരുന്നു. വിശുദ്ധ അന്നായുടെ പ്രസവത്തിനായി നിശ്ചയിക്കപ്പെട്ട ദിവസം ആസന്നമായി. അത് ദൈവമാതാവിന്റെ ജനന ദിവസമാണ്. ഈ സമസ്ത പ്രപഞ്ചത്തിനും എത്രയോ ഭാഗ്യദായകമായ സുദിനം. പരിശുദ്ധ ദൈവമാതാവിന്റെ ആത്മാവ് ശരീരത്തിൽ വയ്ക്കപ്പെട്ട ദിനം മുതൽ 9 മാസങ്ങൾ തികഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതിയാണ് അത്. ദൈവത്തിന്റെ ആന്തരിക ശബ്ദം പ്രസ്തുത ദിവസത്തെപ്പറ്റി വിശുദ്ധ അന്നായ്ക്ക് തെളിവ് നൽകുകയുണ്ടായി. ഈ തെളിവ് ലഭിച്ച ഉടനെ ആത്മാവിന്റെ സന്തോഷത്താൽ നിറഞ്ഞ അന്ന ദൈവസന്നിധിയിൽ കുമ്പിട്ട് സുഖപ്രസവത്തിനു വേണ്ടി ദൈവത്തിന്റെ കൃപയും സംരക്ഷണവും യാചിച്ചു. അതേസമയം അനുഗ്രഹീതയായ മറിയത്തെ ശിശു ഒരു പ്രത്യേക ആനന്ദത്തിൽ മുഴുകാൻ ദൈവം അനുവദിച്ചു. ആയതിനാൽ മറിയം തന്റെ ജനനത്തെക്കുറിച്ച് സ്വയം മനസ്സിലാക്കിയില്ല. ശിശുവിന്റെ ദൈവിക കഴിവുകൾ തൽക്കാലത്തേക്ക് തടയപ്പെട്ടിരുന്നു. പരിശുദ്ധ മറിയത്തിന്റെ തിരുവുത്ഭവം അത്ഭുതപൂരിതമായിരുന്നു. ശിശു അതീവ ശാലീനയും കറയറ്റവളും സുന്ദരിയും കൃപാവരപൂരിതയുമായി കാണപ്പെട്ടു. ദർശനമാത്രയിൽ തന്നെ പാപത്തിന്റെ കറയേശാത്തവളെന്ന് തിരിച്ചറിയാമായിരുന്നു. ആദാമിന്റെ മറ്റു സന്തതികളെപ്പോലെ തന്നെയാണ് ജനിച്ചതെങ്കിലും പരിശുദ്ധ മറിയത്തിന്റെ ജനനം മറ്റു സൃഷ്ടികളുടേതിനേക്കാളും ആശ്ചര്യകരവും സ്രഷ്ടാവിന് കൂടുതൽ പ്രീതിജനകവുമായിരുന്നു. അർദ്ധരാത്രിക്കു ജന്മമെടുത്തതുവഴി ഈ സ്വർഗീയ താരകം പുരാതന നിയമത്തിന്റെ ഇരുളിൽ നിന്ന് ഇനി ഉത്ഭവിക്കാൻ പോകുന്ന കൃപയുടെ ഉദയത്തെ വേർതിരിച്ചു. ശിശു മറ്റു ശിശുക്കളെപ്പോലെ തുണികളിൽ പൊതിയപ്പെട്ട് പരിചരിക്കപ്പെട്ടു. എങ്കിലും ശിശുവിന്റെ ആത്മാവ് ദൈവിക സത്തയിൽ ലീനമായിരുന്നു. സകല മാനവരെക്കാളും ദൈവദൂതന്മാരെക്കാളും ഉപരിയായ ജ്ഞാനം ശിശുവിന് ലഭിച്ചിരുന്നു. അതീവ മൃദുലമായ കച്ചിയിൽ വിശുദ്ധ അന്ന തന്നെ ശിശുവിനെ പൊതിഞ്ഞു. മറ്റാരും ശിശുവിന്റെ മേൽ കൈ തൊടാൻ പോലും അന്ന അനുവദിച്ചില്ല. മറ്റു സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രസവത്തിന്റെ പ്രയാസങ്ങളൊന്നും അന്നയ്ക്ക് ഉണ്ടാകാതിരുന്നതിനാലാണ് ഇപ്രകാരം സാധ്യമായത്. വിശുദ്ധ അന്ന തന്റെ കരങ്ങളിൽ സംവഹിച്ചത് തന്റെ പ്രിയപുത്രിയെയാണ്. ഈ ദിവ്യകുമാരി പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ നിധിയാണ്. സ്രഷ്ടാവിന് മാത്രം അധീതയും സകല സൃഷ്ടികൾക്കും അധിപയും സർവശ്രേഷ്ഠയുമാണവൾ.
ഈ വിശിഷ്ടനിധിയെ ദൈവ തിരുമനസ്സിന് സമർപ്പിച്ചുകൊണ്ട് ആനന്ദാശ്രുക്കളോടെ വിശുദ്ധ അന്ന ഇപ്രകാരം ആന്തരികമായി പ്രാർത്ഥിച്ചു. അനന്തജ്ഞാനിയും സർവശക്തനുമായ സർവേശ്വര കർത്താവെ, സകലത്തിന്റെയും സ്രഷ്ടാവെ, അങ്ങയുടെ ഔദാര്യത്താൽ എനിക്ക് ലഭിച്ച ഉദരഫലത്തെ നിതാന്തമായ കൃതജ്ഞതയോടെ അടിയൻ അങ്ങേക്ക് കാഴ്ചയർപ്പിക്കുന്നു. എന്തെന്നാൽ ഈ സമ്മാനം എന്റെ മേന്മയാൽ ലഭിച്ചതല്ല, അങ്ങയുടെ അത്യുന്നത സിംഹാസനത്തിൽ നിന്ന് കരുണയോടെ ഞങ്ങളെ വീക്ഷിച്ചാലും. അവിടുത്തെ നാമത്തിന് ശാശ്വതമായി മഹത്വമുണ്ടാകട്ടെ. എന്തെന്നാൽ നിത്യമായ വചനത്തിന് വസിക്കാനുള്ള കൂടാരമായി അവിടുന്ന് ഈ ദിവ്യ സൃഷ്ടിയെ ഉത്ഭവിപ്പിക്കുക വഴി ഈ ലോകത്തെ പരിപോഷിപ്പിക്കാൻ തിരുമനസ്സായി. അങ്ങു നൽകിയ രക്ഷയുടെ ഈ സുനിശ്ചിതമായ വാഗ്ദാനത്തെ പ്രതി എന്റെ പൂർവികരെയും പ്രവാചകന്മാരെയും അവരിലൂടെ സകല മാനവകുലത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവിടുന്ന് അടിയനിൽ പ്രസാദിച്ചു നൽകിയ ഈ ദൈവിക പുത്രിയെ കൃത്യമായി ഞാൻ എങ്ങനെ പരിപാലിക്കും? ഇവളുടെ ദാസിയാകാനുള്ള ഭാഗ്യം പോലും അടിയനില്ല. നിയമഗ്രന്ഥങ്ങളുടെ സനാതന പേടകത്തെ അടിയൻ എപ്രകാരമാണ് പരിപാലിക്കുക? എന്റെ കർത്താവും രാജാവുമായ സർവേശ്വര, അടിയന് അങ്ങ് സമ്മാനിച്ച ഈ ദിവ്യജനനിയെ എപ്രകാരം സേവിക്കണമെന്ന് അവിടുത്തെ തിരുമനസ് വെളിപ്പെടുത്തിയാലും. ആത്മീയമായി ഈ വിശുദ്ധ മാതാവിന് സർവേശ്വരൻ ഇപ്രകാരം ഉത്തരമരുളി: ബാഹ്യമായി നിന്റെ മകളെ സാധാരണ മക്കളെ പോലെ തന്നെ പരിചരിക്കുക. മാതൃസ്നേഹ വാത്സല്യം അവളിലേക്ക് ചൊരിയുക. ആന്തരികമായി മാത്രം നിന്റെ പുത്രിയെ ബഹുമാനിക്കുക. ഈ സ്വർഗീയ അനുവാദത്തോടെ മാതൃസഹജമായ ലാളനയിലും പരിചരണത്തിലും ശിശുവിനെ വളർത്തിയ അന്ന ആന്തരികമായി ശിശുവിനെ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്തു പോന്നു. എന്തെന്നാൽ സ്വർഗീയ കൂദാശ രഹസ്യങ്ങൾ ആ അമ്മയ്ക്കും ശിശുവിനും ബോധ്യമായിരുന്നു. ശിശുവിന്റെ കാവൽ മാലാഖമാർ മറ്റു ദൂതന്മാരുടെ വ്യൂഹങ്ങളോട് ചേർന്ന് ശിശുവിനെ സ്തുതിച്ചുകൊണ്ട് ആലപിച്ച ദൈവിക സംഗീത ശകലങ്ങൾ വിശുദ്ധ അന്നായ്ക്കും ശ്രാവ്യമായിരുന്നു. ശിശുവിന്റെ രക്ഷിതാക്കളായി നിയമിക്കപ്പെട്ട സഹസ്രദൂതന്മാർ സദാസമയവും ശിശുവിനെ സേവിക്കുന്നതിലേർപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവ് സ്വർഗീയ ദൂതന്മാരെ സ്ഥാനവസ്ത്രങ്ങളോടെ അത്ഭുതകരമായ സിദ്ധികളോടെ ദർശിച്ച പ്രഥമ നിമിഷങ്ങളാണ് ഇവ. ഇവയെ ഞാൻ മറ്റൊരു അധ്യായത്തിൽ വിവരിക്കുന്നതായിരിക്കും. പരിശുദ്ധ ദൈവമാതാവ് ഈ ദൂതന്മാരോട് തന്റെ നാമത്തിൽ തന്നോട് ചേർത്ത് അത്യുന്നത സർവേശ്വരനെ പുകഴ്ത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. സ്വർഗരാജ്ഞി ഉത്ഭവിച്ച മാത്രയിൽ ഗബ്രിയേൽ മാലാഖയെ ഈ സദ്വാർത്തയുമായി ലിംബോയിലെ പുണ്യപിതാക്കന്മാരുടെ അടുക്കിലേക്ക് അയച്ചു. ശാശ്വത ജീവന്റെ മാർഗം തെളിയുന്നതിനുള്ള സമയം സമാഗതമായെന്നും മിശിഹായുടെ മാതാവാകേണ്ടവൾ ഉത്ഭവിച്ചിരിക്കുന്നുവെന്നും പുണ്യപിതാക്കന്മാർ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രവാചകന്മാർ മുൻകൂട്ടി ദർശിച്ച അത്യുന്നതന്റെ മഹത്വം സാക്ഷാത്കരിക്കപ്പെടേണ്ട പകൽ ഉടനെ ഉദിക്കുമെന്നും ഗബ്രിയേൽ അറിയിച്ചതോടെ ലിംബോയിൽ കാത്തിരുന്ന നീതിമാന്മാരുടെ ഹൃദയങ്ങൾ ആനന്ദപുളകിതമായി. അവരുടെ നീണ്ട കാരാഗ്രഹവാസത്തിന് അറുതി വരുത്തുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ഔന്നത്യത്തെപ്പറ്റിയും അവിടുത്തേക്ക് ദൈവപിതാവ് കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന വൈശിഷ്ട്യത്തെപ്പറ്റിയും ഉള്ള വിശേഷ ജ്ഞാനം ഗബ്രിയേൽ അവർക്ക് പകർന്നു. ഈ സദ്വാർത്ത ശ്രവിച്ച പുണ്യപിതാക്കന്മാരും പ്രവാചകരും മറ്റ് നീതിമാന്മാരും നവസങ്കീർത്തനങ്ങളാൽ ദൈവത്തിന്റെ കരുണയെയും അവിടുത്തെ ദാനത്തെയും പ്രതി അവിടുത്തെ സ്തുതിക്കാനും പുകഴ്ത്താനും തുടങ്ങി. പരിശുദ്ധ രാജ്ഞിയുടെ ജനന സമയത്ത് സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം വളരെ ചെറിയ സമയത്തിൽ നടന്നവയാണ്. സൂര്യന് താഴെ പരിശുദ്ധ ശിശു ആദ്യം ചെയ്ത ഇന്ദ്രിയക്രിയ തന്റെ മാതാപിതാക്കളെയും മറ്റു ജീവജാലങ്ങളെയും തിരിച്ചറിയുക എന്നതായിരുന്നു. മാനവ ജ്ഞാനത്തിന് അതീതമായ അത്ഭുതങ്ങൾ സ്രഷ്ടാവ് ഈ ശിശുവിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ആദ്യത്തേത് അവിടുത്തെ തുടർ പദ്ധതികളുടെ ഭാഗമായി താൻ ആയിരിക്കുന്ന മാനവ ദൈവിക സ്വഭാവത്തിൽ അത്യുന്നത സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ അസംഖ്യം മാലാഖമാരെ ഭൂമിയിലേക്ക് അയച്ചു എന്നതാണ്. ഈ വിശുദ്ധ ദൂതന്മാർ ദൈവകൽപ്പന പാലിച്ചുകൊണ്ട് അന്നായുടെ കരങ്ങളിൽ നിന്ന് ദൈവമാതാവിനെ അതീവ ബഹുമാനാദരങ്ങളോടെ സ്വീകരിക്കുകയും ഉന്നതങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് സങ്കീർത്തനങ്ങളുടെ അകമ്പടിയോടെ ഔപചാരികവും ഉദാത്തവുമായ പ്രദക്ഷിണമായി ഉടമ്പടിയുടെ ശാശ്വത പേടകമായ ശിശുവിന് അകമ്പടി സേവിക്കുകയും ചെയ്തു. എന്തെന്നാൽ ഉടമ്പടിയുടെ ഈ പേടകം ഓബദ് ഏദോമിന്റെ ഭവനത്തിലല്ല, മറിച്ച് രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായവന്റെ ഭവനത്തിലാണ് കുറച്ചു സമയത്തേക്കെങ്കിലും വസിക്കേണ്ടത്. ഇവിടെ തന്നെയാണ് എന്നേക്കുമായി ഈ ദൈവിക പേടകം പിന്നീട് വസിക്കാൻ പോകുന്നതും. അതിപരിശുദ്ധയായ മറിയം തന്റെ ജീവിതത്തിൽ രണ്ടാമതായി വെച്ച അടിയാണിത്. ഭൂലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് സർവീശ്വരന്റെ അനുഗ്രഹീത കരവേലയായ ഈ അത്ഭുത ശിശുവിനെ പ്രകീർത്തിക്കാൻ
ആർക്കു കഴിയും? ഈ ദിവ്യ ശിശുവിനെ ദർശിച്ച മാത്രയിൽ ദൈവദൂതന്മാർ സ്തുതിഗീതങ്ങളാൽ എത്ര ആനന്ദ പാരിവേശത്തോടെയാണ് അവിടുത്തെ ആരാധിച്ചത് എന്ന് ആർക്കു വർണ്ണിക്കാൻ കഴിയും? അവർ അവരുടെ നാഥയായ സ്വർലോകരാജ്ഞിയെ സ്തുതിഗീതങ്ങളാൽ പാടിപ്പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്തു. എന്തെന്നാൽ ഈ മാതാവിലൂടെയാണ് സകലത്തിന്റെയും നാഥനായ തമ്പുരാൻ ഭൂജാതനാകുന്നത്. അവർക്ക് ലഭിച്ച സകല അനുഗ്രഹങ്ങളും കൃപകളും അവൾ മൂലമാണ് നൽകപ്പെട്ടത്. അതിലുപരിയായി ഈ സമയത്ത് കോമളശാലീന സുന്ദരിയായ ഈ പിഞ്ചു പൈതലിന്റെ ഹൃദയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള മർത്യൻ ആര്? ഇതെല്ലാം കത്തോലിക്കരുടെ ഊഹാശക്തിക്ക് ഞാൻ വിടുന്നു. കൂടുതലായി ഇവയെല്ലാം മനസ്സിലാക്കാൻ ദൈവാനുഗ്രഹം സിദ്ധിച്ചവർ ഇവയെക്കുറിച്ച് ഊഹിച്ചെടുക്കട്ടെ. അവരിലും ഉപരിയായി ദൈവമഹത്വം മുഖാമുഖം ദർശിച്ചവർ മനസ്സിലാക്കട്ടെ. ദൂതന്മാരാൽ സ്വർഗത്തിലേക്കു കരയറ്റപ്പെട്ട ശിശു ദൈവസ്നേഹത്തിന്റെ പാരമ്യത്തിൽ സിംഹാസനാരൂഢനായ പരമതമ്പുരാന്റെ മുൻപിൽ കുമ്പിട്ടു. നമ്മുടെ ആലോചനാ രീതി അനുസരിച്ച് പഴയ നിയമകാലത്ത് സോളമൻ മഹാരാജാവ് ഇസ്രായേലരുമായി ചർച്ചയിലായിരിക്കുമ്പോൾ തന്റെ മാതാവായ ബത്ശബ രാജസദസ്സിൽ പ്രവേശിച്ചു. ഉടൻ തന്നെ സോളമൻ രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ മാതാവിനെ ആദരവോടെ ആനയിച്ച് തന്റെ വലതുഭാഗത്ത് രാജ്ഞിയായി അവരോധിച്ചു. അതിലും മഹത്തരവും പ്രശംസനീയവുമായ രീതിയിലാണ് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമനായ നിത്യവചനം അവിടുത്തെ മാതാവും സർവപ്രപഞ്ചത്തിന്റെയും മഹാറാണിയുമായ ഈ ശിശുവിനെ ആദരിച്ചാനയിച്ചത്. ശിശുവിന് തന്റെ ഉന്നത സ്ഥാനവും മറ്റും അപ്പോൾ മനസ്സിലായിരുന്നില്ല. എങ്കിലും ഈ ശിശുവിന്റെ ശൈശവ സാമർഥ്യങ്ങൾ ദൈവകൃപ സ്വീകരിക്കുന്നതിനു വേണ്ടി ശക്തീകരിക്കപ്പെട്ടു. ഇവയ്ക്ക് ആവശ്യമായ ദൈവാനുഗ്രഹങ്ങൾ അവളിലേക്ക് ചൊരിയപ്പെടുകയും അവളുടെ ആത്മജ്ഞാനസ്ഥിതി ഉയർത്തപ്പെടുകയും ചെയ്തു. ശിശുവായ മറിയത്തിന് പരിശുദ്ധ ത്രിത്വം ഏറ്റവും വിശിഷ്ടവും മഹോന്നതവുമായ രീതിയിൽ വ്യക്തമായി സ്വയം വെളിപ്പെടുത്തി. പരിശുദ്ധ ദൈവമാതാവ് ആദ്യമായി പരിശുദ്ധ ത്രിത്വത്തെ ദർശിച്ച അവർണ്ണനീയമായ നിമിഷമാണത്. ത്രിത്വ ദർശനത്താൽ മറിയത്തിനു ലഭിച്ച അത്യത്ഭുതമായ ശോഭയെ ദർശിച്ചതിന് സാക്ഷികൾ ദൈവവും ദൈവദൂതന്മാരും മാത്രമാണ്. തന്റെ പുത്രനായി ജീവിക്കാനിരിക്കുന്ന ദൈവത്തിന്റെ വലത്തുവശത്ത് ഉപവിഷ്ടയായ സ്വർഗരാജ്ഞി അവിടുത്തോട് ലോകരക്ഷയ്ക്കായി പുത്രൻ തമ്പുരാന്റെ ആഗമനം ത്വരിതപ്പെടുത്തണമെന്നും അതുവഴി യുഗയുഗാന്തരങ്ങളായി പിതാക്കന്മാരും പ്രവാചകന്മാരും കാത്തിരിക്കുന്ന രക്ഷയുടെ സാക്ഷാത്കാരം വേഗം സാധ്യമാകണമെന്നും പ്രാർത്ഥിച്ചു. പ്രസ്തുത പ്രാർത്ഥന ബത്ശബ ശൂനാംകാരി അഭിഷാഗിനെ അദോനിയായ്ക്ക് ഭാര്യയായി കൊടുക്കണമെന്ന് സോളമനോട് യാചിച്ചതിനേക്കാൾ വിശിഷ്ടമായതിനാൽ മനുഷ്യ സ്വഭാവത്തിൽ ഒന്നായി മനുഷ്യരക്ഷ സാധ്യമാക്കാമെന്ന് പുത്രൻ തമ്പുരാൻ ശിശുവും രാജ്ഞിയുമായ തന്റെ പരിശുദ്ധ മാതാവിന് വാക്കു നൽകി. അത്യുന്നത ത്രിത്വത്തിന്റെ പരമോന്നത സന്നിധിയിൽ ശിശുവായ ത്രൈലോകരാജ്ഞിക്ക് നാമധേയം നൽകണമെന്ന് നിശ്ചയിക്കപ്പെട്ടു. നിത്യനായ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നത് മാത്രമാണ് ഉത്കൃഷ്ടവും ഉചിതമായതും. അവിടുന്ന് മാത്രമാണ് വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പാരമ്യം. ആയതിനാൽ ഈ അത്ഭുത ശിശുവിന് അവിടുത്തെ തിരുസന്നിധിയിൽ വച്ച് അവിടുന്ന് തന്നെ നാമം നിശ്ചയിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പരിശുദ്ധ ത്രിത്വത്തിലെ മൂവരും സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പുത്രൻ തമ്പുരാനും അവിടുത്തെ മാതാവിനും യേശു, മറിയം എന്നീ നാമധേയങ്ങൾ നൽകാൻ നിശ്ചയിച്ചിരുന്നു. ഈ നാമധേയങ്ങൾ അവിടുത്തെ അനന്തജ്ഞാനത്തിൽ ഉറയ്ക്കപ്പെടുകയും ചെയ്തിരുന്നു. അവരുടെ നാമത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ് സകല ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ സർവേശ്വരൻ ഈ അവസരത്തിൽ ദേവദൂതന്മാർക്ക് വെളിപ്പെടുത്തി. അതിനുശേഷം ദേവദൂതന്മാർ സിംഹാസനാരൂഢനായ പിതാവ് സംസാരിക്കുന്ന ശബ്ദം ശ്രവിച്ചു. നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ടവൾ മറിയ, മേരി എന്ന് വിളിക്കപ്പെടും. ഈ നാമം ശക്തിയുക്തവും പ്രൗഢ ഗംഭീരവുമാണ്. ഭയഭക്തി ബഹുമാനങ്ങളോടെ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ധാരാളമായി കൃപയും അനുഗ്രഹങ്ങളും നൽകപ്പെടും. ഭക്തി ആദരങ്ങളോടെ ഈ നാമം ഉച്ചരിക്കുന്നവന് ആശ്വാസവും പ്രചോദനവും ലഭിക്കും. ദുഷ്ട ആരൂപികൾ അവരെ വിട്ടുപോകും. ഭൂലോക ജീവിതത്തിന് ആവശ്യമായവയും പരലോക ജീവിതത്തിലേക്ക് നയിക്കുന്നതുമായ കൃപകൾ അവർക്ക് ലഭിക്കും. മറിയം എന്ന നാമം നരകത്തിനെതിരെ പ്രബലപ്പെടും. അത് സർപ്പത്തിന്റെ തല തകർക്കും. നരക അധിപന്മാർക്കെതിരെ അതുല്യമായ വിജയം സ്വന്തമാക്കുകയും ചെയ്യും. ഈ നാമം വിശുദ്ധ അന്നായെ അറിയിക്കുന്നതുവഴി സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെട്ടത് ഭൂമിയിൽ പ്രാവർത്തികമാക്കാൻ ദൈവം മാലാഖമാരോട് ആജ്ഞാപിച്ചു. ഈ സ്വർഗീയ രാജ്ഞി ശിശു ഏറ്റവും സന്തോഷത്തോടെ തന്റെ തിരുനാമം സ്വീകരിക്കുകയും ദൈവത്തിനു മുൻപിൽ നമസ്കരിച്ച് തന്റെ കൃതജ്ഞത ഉദാത്തമായ രീതിയിൽ വെളിവാക്കുകയും ചെയ്തു.
ആ ക്ഷണത്തിൽ മറിയം സ്വീകരിച്ച അവർണ്ണനീയങ്ങളായ കൃപകളും അനുഗ്രഹങ്ങളും വർണ്ണിക്കുകയാണെങ്കിൽ വളരെയേറെ വാല്യങ്ങളുള്ള മറ്റൊരു പുസ്തകം തന്നെ രചിക്കേണ്ടി വരുമായിരുന്നു. ദേവദൂതന്മാർ ഈ പരിശുദ്ധ ശിശുവിനെ തങ്ങളുടെ നാഥയും രാജ്ഞിയുമായി അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു. പിതാവ് ആ നാമം ഉച്ചരിച്ച മാത്രയിൽ ദൂതന്മാർ നമസ്കരിച്ചു. പ്രത്യേകിച്ചും ആ നാമം നെഞ്ചിലെ പടച്ചട്ടുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടവർ. ദൈവികവും അതിവിശുദ്ധവുമായ ഈ രഹസ്യങ്ങളെ സകല ദൂതഗണങ്ങളും സ്തുതിച്ച് സ്തോത്രഗീതങ്ങൾ പാടിപ്പുകഴ്ത്തി. തത്സമയം തനിക്കു നൽകപ്പെട്ടിരുന്ന ശക്തിയും കൃപകളും ദൈവവചനത്തിന്റെ മനുഷ്യ അവതാര സമയം വരെ കൃത്യമായി മറിയത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. ഈ സംഭവ പരമ്പരകൾക്കു ശേഷം അത്യന്തം ഔപചാരികമായി തന്നെ ശിശുവിനെ തിരികെ അന്നായുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ശിശു സ്വർഗത്തിലേക്കു കരയേറ്റപ്പെട്ടപ്പോൾ ഒരു കാവൽമാലാഖയാണ് ശിശുവിന്റെ രൂപത്തിൽ അന്നായുടെ കരങ്ങളിൽ ആയിരുന്നത്. ആകിയാൽ മേൽപ്പറഞ്ഞ സംഭവ വികാസങ്ങളൊന്നും അന്നായും അറിഞ്ഞിരുന്നില്ല. പ്രസ്തുത സംഭവങ്ങളുടെ സമയത്ത് അന്നായ്ക്ക് ഒരു സവിശേഷ ദൈവിക നിർവൃതി ലഭ്യമായി. അതുവഴി വചനത്തിന്റെ മാതാവാകേണ്ട തന്റെ പുത്രി ഉത്തമവും പ്രഭാവതിയുമാണെന്ന് അന്നായ്ക്ക് വെളിപ്പെടുത്തപ്പെട്ടു. ധ്യാനനിരതയായ മാതാവ് പ്രസ്തുത വസ്തുതകളെല്ലാം തന്റെ ഹൃദയത്തിൽ സംവഹിച്ച് സൂക്ഷിച്ചു പോന്നു. പരിശുദ്ധ രാജ്ഞിയുടെ ജനനത്തിന്റെ 8-ാം ദിവസം കോമളരായ മാലാഖവൃന്ദങ്ങളുടെ ഒരു വ്യൂഹം മറിയം എന്ന നാമം വിശിഷ്ടമായും സുന്ദരമായും ആലേഖനം ചെയ്ത ഒരു മുദ്രഫലകവുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ അന്നായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അവർ മറിയം എന്ന നാമം ശിശുവിനായി ദൈവം നിശ്ചയിച്ചതാണെന്നും വിശുദ്ധ യോവാക്കിമും വിശുദ്ധ അന്നായും പ്രസ്തുത ശിശുവിന് നൽകണമെന്നും സൂചിപ്പിച്ചു. ഉടനെ തന്നെ വിശുദ്ധ അന്ന തന്റെ ഭർത്താവിനെ ദൈവനിശ്ചയം അറിയിച്ചു. ശിശുവിന്റെ പിതാവ് ശിശുവിന്റെ നാമധേയത്തെപ്പറ്റി ദൈവമെടുത്ത തീരുമാനത്തെ വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിച്ചു. പുരോഹിതന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും സമക്ഷം അവർ ആഡംബരപൂർവം ശിശുവിന് മറിയം എന്ന് നാമകരണം ചെയ്തു. ഈ സുന്ദര സുദിനത്തിൽ ദേവദൂതന്മാർ ഇമ്പമാർന്ന സംഗീതങ്ങൾ ആലപിച്ചു. അവരുടെ മധുര സംഗീതം ശിശുവിനും അവിടുത്തെ മാതാവിനും മാത്രമേ ശ്രാവ്യമായിരുന്നുള്ളൂ. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. അമലയും എളിയവളും ആയിരുന്നതിനാൽ കരുണയാലും കടാക്ഷത്താലും എന്റെ സഹചാരിണിയും ശിഷ്യയുമായി തിരഞ്ഞെടുക്കപ്പെട്ട നിനക്ക് ഞാൻ നൽകുന്ന അനുശാസനം ഇതാണ്. ഞാൻ ജനിച്ച നാൾ മുതൽ ഒരു ദിവസവും മുടങ്ങാതെ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പരിശീലിച്ചു പോന്ന ഒരു ചിട്ടയുണ്ട്. അത് നീയും നിന്റെ ജീവിതകാലം അത്രയും പാലിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചിട്ടാക്രമം ഇതാകുന്നു. എല്ലാ ദിവസവും സൂര്യോദയ സമയത്ത് ദൈവത്തിരുമുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവിടുത്തെ അത്യുന്നത മഹത്വത്തിന് ആരാധനയർപ്പിക്കുകയും ഇല്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നും എന്റെ ജീവിതകാലം മുഴുവനും അവിടുത്തെ ഇഷ്ടം എന്റെ ജീവിതത്തിലൂടെ നിറവേറ്റണമെന്നും അതിനാവശ്യമായ കൃപാകടാക്ഷങ്ങൾ നൽകണമെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ബാഹ്യമായ എല്ലാ കാര്യങ്ങളിലും ദൈവകൃപ യാചിക്കുകയും ആന്തരികമായവയിൽ ദൈവഹിതം ആരായുകയും ചെയ്തിരുന്നു. ഈ ക്രമം എല്ലാ ദിവസവും പലതവണ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അപ്രകാരം തന്നെ എന്റെ മധുരനാമത്തിന്റെ ഭക്തയായിരിക്കുക. സർവശക്തൻ എന്റെ നാമത്തിന് അനുവദിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ നാമം എന്റെ മനസ്സിൽ ഓർമ്മിക്കുമ്പോഴെല്ലാം, അതുപോലെ എന്റെ നാമം വിസ്മരിക്കപ്പെടുമ്പോഴും സർവേശ്വരനോട് ദൈവത്വത്തിനായി കൂടുതൽ നന്മകൾ ഞാൻ യാചിക്കുകയും ചെയ്യുമായിരുന്നു. നിനക്കും എന്റെ നാമധേയം തന്നെയായതിനാൽ ഈ പവിത്ര നാമത്തിന്റെ അനുഗ്രഹങ്ങൾ നീയും നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ അധ്യായത്തിൽ ഞാൻ പ്രസ്താവിച്ച ചിട്ടാക്രമം നീ ക്രമം തെറ്റാതെ ഇന്നു മുതൽ പാലിക്കണം. എപ്പോഴെങ്കിലും മാനവ ചപലത മൂലം ക്രമം തെറ്റിയാൽ ഉടനെ പശ്ചാത്തപിക്കുകയും കുംഭസാരത്തിലൂടെ ദൈവവരപ്രസാദത്തിലേക്ക് തിരികെ വരികയും ചെയ്യുക. ഇപ്രകാരം ദൈവപ്രീതി നേടാൻ നിനക്ക് സാധിക്കും. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമായവ മാത്രം പ്രവർത്തിച്ച് അവിടുത്തെ അനുസരിച്ച് അവിടുത്തെ രാജ്യം അന്വേഷിച്ച് ശുദ്ധവും പവിത്രവുമായ രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ അനുഗ്രഹവും ഇച്ഛാശക്തിയും നിനക്ക് പ്രാപ്തമാവുകയും ചെയ്യും.